ഹായ് ഹലോ. ഇന്ന് കല്യാണ ദിവസമാണ് കേട്ടോ. രാവിലെ ഉള്ള മുഹൂർത്തമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ധൃതി പിടിച്ച കേട്ടോ ഇറങ്ങിയത്. ഞങ്ങൾ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കിന് കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചായിട്ട് ഞങ്ങൾ നേരെ ആ അമ്പലത്തിലേക്കാട്ടോ വന്നത്. അങ്ങനെ കല്യാണമൊക്കെ നന്നായി തന്നെ കഴിഞ്ഞു. അമ്മ ദേ വലിയമ്മയായിട്ടിരുന്ന് കാര്യമൊക്കെ പറയുക കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും ഒന്ന് കാണുന്നത്. അങ്ങനെ എല്ലാവരോട്ടും നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് നിൽക്കുക. അപ്പോഴത്തേക്കിനും ശരിക്കും എല്ലാവരും കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഭയങ്കര ചൂട്. നയനും ആണെങ്കിൽ ദേ വാശി പിടിച്ചുകൊണ്ടിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ ഞങ്ങൾ അവരുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഒന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോഴത്തേക്കിനും ചേച്ചി വന്നിട്ട് പറഞ്ഞു അവർക്ക് ഇറങ്ങാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ദേ ചെക്കനും പെണ്ണും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു പോകുക കേട്ടോ. അവൾ കരയൊന്നും ചെയ്തില്ല, നല്ല ഹാപ്പി ആയിട്ട് തന്നെ കേട്ടോ പോയത്. അങ്ങനെ അവരെ എല്ലാം യാത്ര അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോകും. വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ദേ വൈകുന്നേരത്തെ റിസപ്ഷനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ദേ റെഡിയായി അതിന് പോയി. ചെക്കൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നേരെ ഞങ്ങളത് ചെക്കൻ്റെ വീട്ടിലേക്കാട്ടോ വന്നത്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ബന്ധുക്കളൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. അവർ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായിട്ടോ അവിടേക്ക് പോയത്. നമ്മൾ അവിടോട്ട് വന്നപ്പോൾ തന്നെ ചെക്കനും പെണ്ണും ദേ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവരോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ദേ നമ്മൾ വീട്ടിനകത്തോട്ടായിട്ടോ കയറിയത്. അവരുടെ ബെഡ്റൂം ദേ അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി നല്ല ഭംഗിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോഴത്തേക്കിനും രാത്രി ആയായിരുന്നു കേട്ടോ.